ഫ്രണ്ട്സ്, ജീലൂസ് തട്ടുകടയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഇടിവെട്ട് മുളകിട്ട മീൻകറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒത്തിരി മെനക്കേടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലത് നല്ല കപ്പയുണ്ട്. കപ്പയും മീൻകറിയും സൂപ്പറാണ്. അതിൻ്റെ ഈ കപ്പയും മീൻകറിയുടെയും ഒരു കോംബോ വേറെ ഒരു ഫുഡിനെ നമുക്ക് തരാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഡാനിക്ക് ഞാൻ ഒന്ന് കൊടുത്തു. അപ്പം ഈ കപ്പയും മീൻകറിയും നിങ്ങൾ ട്രൈ ചെയ്യണം. കപ്പയുടെ ഒരു റെസിപ്പി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ലിങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. സൂപ്പറാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മീൻകറി ഉണ്ടാക്കണം. കുത്തിരി ചോറും മീൻകറിയും കപ്പയും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക, ഫുൾ റെസിപ്പി കാണുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ചട്ടി നമുക്ക് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ നാടൻ മീൻകറിയല്ലേ ഉണ്ടാക്കുന്നത്. ഇച്ചിരി നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കറിയൊന്നും ഉണ്ടാക്കാം. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ചതച്ചു. നമുക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് മഞ്ഞൾ പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഉലുവാപ്പൊടി ഇട്ടു. ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇതൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത്. വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല. ഇത് മുളകിട്ട മീൻകറി ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി മാത്രമാണ് ഇടുന്നത്. പിന്നെ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറുള്ള മുളക് പൊടി ഇടുക. നിങ്ങൾക്ക് കുറച്ച് മീൻകറിക്ക് നല്ല കട്ടി കളർ കിട്ടും. ഇത് മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ ഇട്ടേ പൊടിയിട്ട് വാട്ടാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ കറി മൊത്തം ആ ഒരു കരിഞ്ഞ സ്മെല്ല് കിട്ടും. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക.
ആയിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്നു. ആ പുളിവെള്ളം നമുക്ക് ഇച്ചിരി തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറ് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ചാറ് തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കിയിടാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. മീൻകറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഇറങ്ങി. നമുക്ക് ഇപ്പോഴും ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് മീൻ വാരിയിടാം. കരിയാപ്പിലയും കൂടെ മേളിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മീനൊന്ന് തിളക്കട്ടെ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കുക. അതുപോലെ ഈ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ വേവിക്കുന്നതാണ് മീൻകറിക്ക് ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിം ഇടാതെ ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ ആ മീൻകറിയുടെ രുചി അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മീൻകറി നമുക്കൊന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചട്ടി ചുറ്റി ഒന്ന് ഇളക്കി തവി ഇട്ട് ഇളക്കുമ്പോൾ ഈ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാകുമ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം വരത്തില്ല. മീൻ ഇളകാതെ എല്ലാ ഭാഗവും ഒന്ന് നല്ലൊരു ഇതായി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചെറിയ തീയിലിരിക്കുന്ന വേവുന്നുകൊണ്ട് അത് നമുക്ക് നല്ല രുചിയായിട്ട് തന്നെ കിട്ടും. ഹൈ ഫ്ലെയിം എന്ന് പറയുന്നത് പെട്ടെന്ന് മീനെ അങ്ങ് വേവിക്കുക ചെയ്യുന്നത്. ഇത് ചെറിയ തീയാകുമ്പോൾ മീന് പതുക്കെ ഇരുന്ന് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി കരിയാപ്പിലയുടെയും അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ ഗുണമൊക്കെ ഇറങ്ങി ഉപ്പുമൊക്കെ പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ചട്ടിയിലെ മീൻകറി കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ ചട്ടിയിലെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കുത്തിരി ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പം നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്.